ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നീറ്റിൻ്റെ +1 ദ ലിവിങ് വേൾഡിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്, വിച്ച് ടു ഓഫ് ദ ബിലോ ഗിവൺ പോയിൻറ്റ്സ് ആർ നോൺ ആസ് ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്? ഇതിന് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ഒക്കേഴ്സ് ഡാഷ് വെയർ ഇൻ ആനിമൽസ് ഇറ്റ് ഒക്കേഴ്സ് ഡാഷ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അത് കണ്ടിന്യൂസ്ലി ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെൻറ്റ് നത്തിങ് ലീവ്സ് ഫോർ എവർ യെറ്റ് ലൈഫ് കണ്ടിന്യൂസ് ഇല്ലുസ്ട്രേറ്റ് ദ റോൾ ഓഫ്. ആൻസർ ഡി ആണ് വരിക, റീപ്രൊഡക്ഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കൺസിസ്റ്റ് ഓഫ് ഓർഗാനിസംസ് വിച്ച് മൾട്ടിപ്ലൈ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഫംഗൈ, ഫിലമെൻ്റസ് ആൽഗെ, പ്രോട്ടോണിയം ഓഫ് മോസസ്. ഇവിടെ എർത്ത് വേം റീപ്രൊഡ്യൂസ് ചെയ്യുക ക്രോസ് ഫെർട്ടിലൈസേഷൻ വഴിയാണ്, അമീബ ബൈനറി ഫിഷൻ വഴിയും, ബാക്ടീരിയ ബൈനറി ഫിഷൻ വഴിയാണ് ഡിവൈഡ് ചെയ്യുക, ഹൈഡ്ര ബഡ്ഡിംഗ് എന്നുള്ള പ്രോസസ്സ് വഴിയും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ഡസ് നോട്ട് റീപ്രൊഡ്യൂസ്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1, റീപ്രൊഡക്ഷൻ cannot be considered as defining property of living organisms. Statement 2, there are many living organisms which do not reproduce. എക്സാമ്പിൾ ആയിട്ടോ മ്യൂൾസ്, വർക്ക, ഹണിബി. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, രണ്ടും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ റെസ്പോൺസ് ഓഫ് ലിവിങ് ഓർഗാനിസം ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഈസ് കറക്റ്റ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടുള്ളതാണ്, ഓൾ ഓഫ് ദീസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺസ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് പറയുന്നത്, ഓപ്ഷൻസ് വായിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനായി വരുന്നത്, എ ലിവിങ് ഓർഗാനിസം ഈസ് അൺഎക്സെപ്ഷണലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം എ നോൺ ലിവിങ് സ്ട്രക്ചർ ഓൺ ദി ബേസിസ് ഓഫ്. ഓപ്ഷൻസ് വായിക്കുക, ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റെസ്പോൺസീവ്നെസ്. ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് വായിച്ചു തരാത്തത് വീഡിയോ വളരെ ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് തെറ്റാനുള്ള കാരണം നിങ്ങൾക്ക് അപ്പോൾ തന്നെ വ്യക്തമാക്കി തരാവുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരാം ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺസ്. ഐഡൻറ്റിഫൈ ചെയ്യുക. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, 1 ഓൺലി. ഇവിടെ രണ്ടാമത്തെ ആൻസർ തെറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ മാത്രമല്ല വളരുക, അത് അവരുടെ ലൈഫ് ലോങ് വരെ വളരും. ഇവിടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആനിമൽസ് ആണ് ഒരു പർട്ടിക്കുലർ ഏജ് വരെ മാത്രമേ വളരുള്ളൂ, പ്ലാന്റ്സ് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്നവയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് വിച്ച് വൺസ് ആർ ട്രൂ ആൻഡ് വിച്ച് വൺസ് ആർ ഫോൾസ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ സി എന്നുള്ള ആൻസർ, സി ഉള്ള ഓപ്ഷൻ തെറ്റാണ്. അത് തെറ്റാനുള്ള കാരണം മെറ്റബോളിക് റിയാക്ഷൻസ് കനോട്ട് ബി എന്നുള്ളതല്ല, ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സെൽഫ് ഫ്രീ സിസ്റ്റം എന്നുള്ളതാണ്, ഐസൊലേറ്റഡ് സെൽഫ് ഫ്രീ സിസ്റ്റം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ കറക്റ്റ് ആൻസർ സി. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം ഈസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. 14ാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ടോപ്പിക്കിലെയാണ്. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1, ഈച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്, ആനിമൽ ഓർ ഓർഗാനിസം ക്യാൻ ബി ഒബ്സർവ്ഡ്
represents a species. Statement 2. The number of species that are known and described range between 170 മുതൽ 180 മില്യൺ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ആണ്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. Statement 1. The number and type of organisms present on Earth refers to biodiversity. Statement 2. Nomenclature is the standardized naming of living organisms that is known by the same name all over the world. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റായിട്ടുള്ള ആൻസറാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. കറക്റ്റായിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതായത് 16ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ICBNൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ബി ആണ്. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ICZNൻ്റെ ഫുൾ ഫോം ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 18ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അതിൽ ഓൾറെഡി ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് അബ്രീവിയേഷൻ. കറക്റ്റ് ഫോം ഏതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ICZNൻ്റെ ഫുൾ ഫോം. 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോൾഡ്സ് ട്രൂ ഫോർ സയൻറ്റിഫിക് നോമൻക്ലേച്ചർ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 21ൻ്റെ ക്വസ്റ്റ്യന്. ഫൗണ്ടർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ്. ആൻസർ കണ്ടെത്താം. ആൻസർ എ ആണ്. ലിനേയസ്. 22 ക്വസ്റ്റ്യന്. മോസ്റ്റ് നെയിംസ് ഇൻ ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആർ ടേക്കൺ ഫ്രം വിച്ച് ലാംഗ്വേജ്. കറക്റ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. ലാറ്റിൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ബൈനോമിയൽ സിസ്റ്റം ഓഫ് ടാക്സോണമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദ 18th century ബൈ സി ലിനേയസ് എന്ന് ഓർത്തുണ്ട്. ഈ സി എന്ന ഷോർട്ട് അതായത് കാരോലസ് ലിനേയസ് എന്നുള്ളതാണ് ഫുൾ ഫോം. ദ സെക്കൻഡ് വേർഡ് ഓഫ് ആൻ ഓർഗാനിസംസ് ബയോളജിക്കൽ നെയിംസ് റെപ്രസെൻറ്റ്സ്. 23ൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സ്പീഷീസ്. 24ാമത്തെ ക്വസ്റ്റ്യന്. ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ ബേസ് ചെയ്ത് യൂണിവേഴ്സൽ റൂൾസിനെ ബേസ് ചെയ്താണ് ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരാം ഡി ആണ്. തെറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ വൈൽ ദ ജനറിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ലെറ്റർ. ഇറ്റ് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് വിത്ത് ദ എക്സാമ്പിൾ ഓഫ് മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സയൻറ്റിഫിക് നെയിം എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വരാം ജീനസ് നെയിമാണ്. അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. നിങ്ങൾക്ക് ഇവിടെ മാൻജിഫറ എന്നുള്ളത് എം സ്മോൾ ലെറ്റർ ആണ്. അവിടെ സ്മോൾ ലെറ്റർ അല്ല വരേണ്ടത്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. പിന്നെ സെക്കൻഡ് എഴുതുകയാണെങ്കിൽ സ്പീഷീസ് നെയിമാണ്. അത് സ്മോൾ ലെറ്ററിലാണ് വരിക. ഇൻഡിക്ക എന്നുള്ളത് സ്മോൾ ലെറ്ററിലായിട്ട് വരും. എന്താണ് അതിൻ്റെ തെറ്റാനുള്ള കാരണം. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഓഫ് പ്ലാന്റ്സ്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് ജീനസ് ആൻഡ് സ്പീഷീസ് ആർ പ്രിൻറ്റഡ് ഇൻ ഇറ്റാലിക്സ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ പ്രിൻറ്റഡ് സയൻറ്റിഫിക് നെയിംസ് ഓൺലി ദ ഡാഷ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ജീനസ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ലെറ്റർ ഇൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ. സ്റ്റേറ്റ്മെൻറ്റ് 2 ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ഇൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ. കറക്റ്റ് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത്
രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് തെറ്റാണ് കാരണം ഞാൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ തോന്നുന്നു അത് ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ അതൊന്ന് സ്കിപ്പ് ചെയ്ത് പുറകിലോട്ട് സ്കിപ്പ് ചെയ്തൊന്ന് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇവിടെ ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ഗ്രീക്ക് എന്നാണ് പറയുന്നത്. ഗ്രീക്ക് എന്നുള്ളതല്ല ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്, ലാറ്റിൻ എന്നുള്ളതാണ്. അതായത് ബയോളജിക്കൽ നെയിംസ് ആർ ജനറൽ ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ദ സയൻറ്റിഫിക് നെയിം ഓഫ് ബനിയൻ ഈസ് റിട്ടൺ ആസ് ഫീക്കസ് ബംഗാലെൻസിസ് എൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദീസ്. ഇതിൽ ഫീക്കസ് ബംഗാലെൻസിസ് എന്ന് പറയുന്നത് പേരാൽ അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. അതായത് ബനിയൻ ട്രീൻ്റെ മലയാളത്തിലുള്ള നാമാർത്ഥം. നിങ്ങൾ ഇതിന്ന് ആൻസർ കണ്ടെത്താം. ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരെ ഓപ്ഷൻ സി ആണ്. ലെറ്റർ എ സിഗ്നിഫൈസ് ദ ടാക്സോണമിസ്റ്റ് ലിനേയസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ദ കറക്റ്റ്ലി റിട്ടൺ ബൊട്ടാണിക്കൽ ഓർ സുവോളജിക്കൽ നെയിം. കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരാം ബി ആണ്, പാന്തര ടൈഗ്രിസ്. നിങ്ങൾക്കറിയാം ജീനസ് നെയിമും സ്പെസിഫിക് നെയിമും ഇതിൽ ഈ വീഡിയോയിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടാതെ പോയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ റീസൺ കണ്ടെത്തി അത് ക്ലിയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം.